ഫ്രണ്ട് കയറിക്കോ. ഇവിടെ വാ. അതിൻ്റെ ചൂട്. പാവക്കുട്ടി എന്തെടുത്താന്ന്? എവിടെ പാവക്കുട്ടി? എവിടെ? ഇന്ന് എവിടെ പോണെന്നറിയോ? ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരാളെ വിളിച്ചിട്ട് പറയാണ് ഞാനും ഉച്ചന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, ഒന്ന് നാനുവിനെയും കൂട്ടി വരുമോന്ന് ചോദിച്ച്. മനസ്സിലായോ? എന്ത് ഗിഫ്റ്റാണുള്ളത് എനിക്കിപ്പോ അറിയില്ല. നമുക്ക് നോക്കാം, പോയോക്കാം. വീർപ്പിച്ചോ. ചൂട് 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 ചൂട്. യാല്ലോ മാരി ചൂടെന്നറിയോ? അങ്ങനെ മസാല വെച്ചാണ്ട് വെച്ചാണ്ടല്ലോ. മസാല ആണോ? എന്റെ പ്രാങ്ക് ഒന്നുമില്ല. നമുക്ക് എന്തൊക്കെയാണ് പ്രാങ്ക് ചെയ്യേണ്ടത്? എന്താ ചെയ്യണ്ടേ നമുക്ക്? ചേച്ചി പറ, ഞാൻ ചെയ്യാം. എന്തൊക്കെ ചെയ്യണ്ടേ? പ്രാങ്ക് കക്കൂസിലാണോ നിന്റെ ബലൂണ് പൊട്ടിക്കല്? ഞാൻ അതിന്റെ ഹോൾസ് എല്ലാം അടഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യാ? വെള്ളം പോണില്ലല്ലോ താഴത്തേക്ക്. ഇനി എന്ത് ചെയ്യാ? അങ്ങനെ പോണേ. ഇത് വെള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോവാണേ. ഉള്ളിക്കായി പനല്ലപ്പോ ഞാൻ എന്നോട് പറഞ്ഞത്. പുതിയ വീട്ടിൽ വന്ന് ചെയ്യരുത് കേട്ടോ. അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളിലോ അടി. നെസ്റ്റോ നോക്കി പോണോ? നെസ്റ്റോക്കോ? പുതിയ റൂം ഇനി അവിടെ ഇനി ക്ലീനിങ് ഉണ്ട്. കട്ടിലും കിടക്കയും പേടിക്കണ്ടേ? അലമാരയും പേടിക്കണ്ടേ? റെയിൻബോ ഇങ്ങനെ ശരിക്കിരിക്കെ. ഷൂ ഇട്ടിട്ട് ശരിക്കിരിക്കെ. ഇങ്ങനെ ഷൂര്. പാവക്കുട്ടി കാണിച്ചേ. നീ ശരിക്കിരിക്കെ. അവിടെയൊക്കെ നല്ലൊരു അമ്മായി ഒക്കെ കണ്ണടച്ചിട്ട് കണ്ട. ഇജ്ജ് മനസ്സ് വെച്ചതൊക്കെ ശരിയാവും കേട്ടോ. ഞാനു റീലി കറുത്തതാ? ആര്? ആ പെണ്ണോ? വെറുത്ത അമ്മായി. പിന്നെ ഏതാ എന്റെ കണ്ണിന് പിന്നെ ഏതാ പിടിക്കുക? ഒക്കെ കറുത്തതാണല്ലോ. ഇനി എനിക്ക് കറുത്ത അമ്മായിന് മതി, എനിക്ക് വെളുത്ത വേണ്ട. ഇപ്പൊ എന്തായാലും കിട്ടലുണ്ടാവില്ല. ഇത് നോക്കിയാ ശരിക്കും എന്റെ കണ്ണിനാണോ കുഴപ്പമില്ലെങ്കിൽ? കറുത്തിട്ടാണല്ലേ. പെച്ചിന്റെ കണ്ണിനാ കംപ്ലൈന്റ്. ഇവിടെ ഇരിക്കേ. എങ്ങനെ എനിക്ക് കറക്റ്റ് മനസ്സിലായത്? എന്റെ ബുദ്ധി ഇപ്പച്ചിക്ക് അറിയില്ലാണോ? നീ നോക്കി കറുത്തിട്ടാണല്ലേ. കെട്ടാൻ പാടില്ല. അപ്പൊ കെട്ടണ്ട. പക്ഷെ പെട്ടിയും കടക്കി പൂട്ടി വെക്കുക നല്ലത്. ഓക്കെ. ഇപ്പൊ വേണ്ട. ആ ഹെഡ്സെറ്റ് ഇങ്ങോട്ട് എടുക്ക്. അത് തോളിലിട്. ഇങ്ങോട്ട്. ഇപ്പൊ ഇനി കെട്ടുന്ന കാര്യം ചിന്തിക്കണ്ട അല്ലേ? ഞാനോ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടേ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു സൗകര്യമില്ല. അമ്മായിനെയും കൂട്ടിയിട്ട് പോവാണ് ഞാൻ.
അമ്മായിക്കൊരു നേരം പോക്കും എനിക്കൊരു കാണൽ വൈകി. ഞാൻ ഏതായാലും ഇപ്പം ഇങ്ങനെ സിംഗിളായിട്ട് നടക്കല്ലേ അല്ലോ. ഇങ്ങനെ ഈ വാശി പിടിക്കല്ലോ കേട്ടോ. അപ്പച്ചൻ്റെ പ്രായമാണ് ഇങ്ങനെ കൂടി വരുന്നത്. ഇപ്പം തന്നെ 24 വയസ്സായി. ഞാനോ കുഞ്ഞുട്ടി അപ്പാപ്പ പോയി. ആ പോയി. നമുക്ക് പോവല്ലേ ഒമാനക്ക്? അപ്പാപ്പാനൊക്കെ കാണാന്. കുഞ്ഞിപ്പാപ്പ ഇശൽ മോളെ പച്ചി. അത് കുഞ്ഞുട്ടി കാക്കും. പിന്നെ അതാരാ? ഇജോ സമാധാനായി. ഇനി ഉറക്കെ പറയണം കേട്ടോ. എങ്ങനെ തോന്നി പറഞ്ഞ നിന്റെ അച്ഛനാണ് പറയണ്ടോ? തോന്നി പറയണേ പറ. അങ്ങനെ പറയാ. കാല് മണക്കുണ്ടോ? കാണ് നോട്ടെ. കാല് മണക്കുണ്ടോ? എന്റെ പഠിച്ച റബ്ബേ എന്ത് പറ്റി? രണ്ട് പല്ല് ഇവിടുത്തെ പല്ല് ആസ്പത്രി കൊണ്ടുപോയി വെച്ചോ. ഇളകുണ്ട്. നിന്റെ അല്ലേ? പല്ലിടേ വരുന്നില്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാന്ന്. ആ അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരും. ഞാൻ കാണിച്ചു തരാം. ഞാൻ വീർപ്പിച്ച് കാണിച്ചു തരാം. നോക്കോ. ഉറക്കെ വീർപ്പിച്ച്. ഇത് ചെറിയ കുട്ടികളുടെ വളയല്ലേ? ഇങ്ങനെയല്ലേ അനുഭവിച്ചിടല്? അങ്ങനെ ഇടല്? ഞാൻ കാര്യം പറയട്ടെ. ഞാൻ എനിക്ക് ടിക്കറ്റും പാസ്പോർട്ടും തരാം. അച്ഛനൂട്ടി നാട്ടിൽ പോവാം. ഞാൻ ഫ്ലൈറ്റിലാക്കി തരാം. പോവോ? വണ്ടി ഇരിക്ക്. പോവോ? എന്താ ആ വണ്ടിയിലാക്കരുത്. നമുക്ക് ഐസൂട്ടിനെ കാണണ്ടേ? ഇങ്ങോട്ട് കൊണ്ടുവരാ വേണ്ടത്? അപ്പൊ അങ്ങോട്ട് പോയി കാണണ്ട. എന്താ അങ്ങോട്ട് പോയാല്? എന്താ അങ്ങോട്ട് പോയാല് എന്താ എനിക്ക് നാട്ടിൽ പോകാൻ പേടി? വണ്ടി പോയി. അങ്ങോട്ടേക്ക് ആ വണ്ടി നിൽക്കണ നോക്കിയാ. അങ്ങോട്ടേക്ക് വണ്ടി നിൽക്കണേ. ഈ വണ്ടി റോഡിൽ നിൽക്കണ.
അവിടെ വണ്ടി ഇടിച്ച് എവിടെ ആകണം ആക്സിഡന്റ് ആയി. ഞാൻ വന്നത് വണ്ടി ഓടിക്കുമ്പോ നോക്കിയിരിക്കണം അറിയണതാ. ആ കാക്കു വെയിൽ കൊണ്ടുവേണ്ട ആകെ ഇതായിക്കണൊക്കെ. ഇപ്പോഴത്തെ അവസ്ഥയിലൊന്നും റോട്ടിൽ വണ്ടി നിന്ന് കഴിഞ്ഞാണ്ടല്ലോ കരിഞ്ഞു പോകും. പിന്നെ വൈറ്റനിങ് ക്രീമൊന്നും തേച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കാല് കേടുന്നു. അങ്ങനെ പറയരുത്, കേടരുത്. എന്താണ് ഞാൻ എപ്പോ ഇന്നാളെപ്പോ അതേ മരിക്ക കേടുന്ന്. പാട്ട് പഠിക്കേ. ഏത് നല്ല പാട്ടുള്ളത്? പൊട്ടിക്കരുത്, പൊട്ടിക്കരുത്. ബീച്ചിന്നൊക്കെ പൊട്ടിച്ചല്ലേ ഇതിന്റെ ഉള്ളിൽ ബ്യൂട്ടിഫുൾ കളർ വരും. ബ്യൂട്ടിഫുൾ കളർ വരും. കളർ വരും. അപ്പൊ അതല്ല, നമ്മള് പുതിയ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എന്റെ കൂട്ടുകാരത്തിനെ എങ്ങനെ കാണുക? എനിക്കില്ല ഐഡിയ ഉണ്ട്. നമ്മള് പുതിയ വീട് മാറൂലേ, അപ്പൊ വേറെ സ്ഥലത്തേക്ക് പോവില്ലേ? എന്റെ ഫ്രണ്ട്സിന്റെ സ്ഥലത്തേക്ക് ന്യൂഹല്ല, എനിക്ക് വേറെ ഫ്രണ്ട് ഉണ്ട്. അതെ, അടുത്തന്നെ നമ്മളെ പുതിയ വീടിന്റെ അടുത്ത്. ഈ പയ്യ വീടിന്റെ അടുത്തല്ല, പുതിയ വീടിന്റെ അടുത്ത് കൊറേ ദൂരമുണ്ട്. എനിക്ക് നാളെ ചുങ്കം വെച്ചെന്നില്ല, ആ സ്ഥലത്തിനില്ല. കുറച്ചും കൂടി അവിടേക്ക് പോണം. എന്നാലും നമുക്ക് എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും. നമ്പർ മേടിച്ചാ ഓല നമ്പർ മേടിച്ചാ മതി. ഓരോ അമ്മാന്റെ നമ്പർ മേടിക്കണ്ട, ആന്റിമാരുടെ നമ്പർ മേടിക്കണ്ട, ന്യൂഹാന്റെ നമ്പർ മേടിക്കുക. അവളെ പേര് അച്ചുല. അവളെ അമ്മാന്റെ പേരെന്താ ചോദിക്കണ്ടേ? മക്ക് എത്ര വയസ്സുണ്ട്? 5 വയസ്സോ? ഞാൻ മോളെ വയസ്സല്ലേ ചോദിച്ചു, ഉമ്മാന്റെ വയസ്സാ ചോദിച്ചു. ഉമ്മാന്റെ വയസ്സ് ചോദിക്കണം കേട്ടോ ഇനി പോകുമ്പോ. ഒന്നല്ല, നോഹന്റെ ഉമ്മാന്റെ വയസ്സ് എത്രയാണ് വെച്ച് അഞ്ച് ചോദിച്ചാ മതി. ഇങ്ങനെ സോപ്പിട്ടോണ്ടേ പതുക്കെ പോയിട്ട് ആന്റി നിങ്ങളുടെ വയസ്സ് ഞാൻ അവിടെ പോയി പറയാൻ നിക്കരുത്. ഞാൻ പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു പറയരുത്, ചതിക്കരുത്. ഒന്നാണ്. കെട്ടുകയാണെങ്കിൽ അങ്ങനത്തെ കെട്ടണല്ലേ, വലിയ കണ്ണടൊക്കെ വെച്ചിട്ട് അല്ലേ? രസമുണ്ടല്ലേ? അത് കറുത്തിട്ടാ വെളുത്തിട്ടാ? ഞാന് വെളുത്തിട്ടല്ലേ? പക്ഷെ അവന്റെ കൂടെ തടിമാടനുണ്ട്. വേണ്ട, എന്താ മങ്കി തിന്നുന്ന രാവിലെ ചില മങ്കികള് ഇഡ്ഡലിയും ദോശയും കഴിക്കും. ചില മങ്കികള് ഫുള്ളായിട്ട് തെറ്റാ പറഞ്ഞത്. ഞാന് എനിക്ക് മനസ്സിലാവും. പറയാൻ പാടില്ല. ഫേക്ക് പറയണ്ട. എന്താ പറയണ്ടേ? മങ്കികള് തിന്നാനല്ലേ പഴം. അപ്പൊ ഡോഗ് എന്ന് പറഞ്ഞ പട്ടികളാണോ? എല്ല്. ഗുഡ്. ഓക്കെ. കിളി ചെറിയ ചെറിയ പഴങ്ങളില്ലേ, സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെയുള്ള സാധനങ്ങൾ തിന്നു. മുയൽ ക്യാരറ്റ് തിന്നു. എന്താ ഞാൻ അടുത്ത ചോദിച്ചു? പരുന്ത് ഈ ചത്തതൊക്കെ ഉള്ള ആളുകളെ തിന്നു. ഈ ചത്ത എലി അങ്ങനല്ല, പരുന്ത് അങ്ങനത്തെ തിന്നുക.
കിളികിളി ചത്തതാ. അല്ലാണ്ട് വരുന്ന ബിരിയാണിയാ. ബിരിയാണിയാ, ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്. അത് തിന്നാൻ പാടില്ല. ഇനി അടുത്ത ചോദ്യം ചോദിക്കേ, ഉത്തരം പറയാൻ മുട്ടി നിൽക്കുകയാണ് ഇപ്പച്ചി. പ്രാവ് ചെറിയ ചെറിയ അരി, നെല്ല്, ഗോതമ്പ്. ഗോതമ്പ് അങ്ങനെ വിസ്തീരിച്ച് പറയാൻ പറ്റൂല എനിക്ക്. ഗോതമ്പ് 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 ഗോതമ്പ്. അങ്ങനെ ഒറ്റക്കായി പോവാൻ പാടില്ല. എന്താ പറയാ, ഇപ്പ ഈ റെഡ് വേണ്ട വെള്ള വേണ്ടേ? എനിക്ക് റെഡ്. എനിക്ക് പിങ്ക് ആണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ റെഡ് മതി, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. റെഡ് ഷെയ്ത്താനോ? ഷെയ്ത്താന് റെഡ്. നരകത്ത് പോവേ? അപ്പൊ എനിക്ക് സ്വർഗത്തിൽ കിടക്കണ്ട? പിന്നെ എങ്ങനെ നമ്മള് കാണുക? നമ്മളെങ്ങനെ കാണുക അപ്പൊ നരകത്തുനിന്ന് സ്വർഗത്തേക്ക്? ആകാശത്തില് പോയിട്ട് നമ്മൾ ഈ ആകാശത്തിന്റെ മുമ്പിലാണ് ഈ ബിൽഡിംഗ് ഒക്കെ കിടക്കണം. ഏത് ബിൽഡിങ്? ഈ ബുർജ് ഖലീഫ എന്തെങ്കിലും കിടക്കും. ബുർജ് ഖലീഫ കിടക്കുന്നത് ആകാശത്തിന്റെ മേലെ അല്ല, ബുർജ് ഖലീഫ ഏറ്റവും മുകളിലല്ലേ, അതുകൊണ്ട് നമുക്കത് കേറാൻ പറ്റൂല. എന്താ പറ്റായി? അതെന്താ അറിയാ, അതിന്റെ മുകളിൽ കയറണം, ശ്രദ്ധിച്ച് കയറണം, എന്നാൽ നമുക്ക് അതിന്റെ മുകളിലേക്ക് അതിന്റെ ലിഫ്റ്റിലേക്ക് നമ്മൾ താഴത്ത് പോകാൻ പറ്റും. ആണോ? പോയിക്കണോ? ഞാൻ പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാ പോയിക്കണം. എപ്പോ? ഞാൻ കാക്കുപുച്ച് പോയിട്ടുണ്ട്, ഞാനും എന്റെ അമ്മച്ച് അതിന്റെ ഉള്ളിലേക്ക് കഴിക്കണ്ട്. എവിടെ? അതിന്റെ ആ ബുർജ് ഖലീഫന്റെ ഉള്ളിലേക്ക് വരാം. ആണോ? സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇപ്പച്ചിന്റെ വീടിന്റെ അടുത്തല്ല, ഞങ്ങൾ ആ കാക്കുച്ചിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഒരു ബുർജ് ഖലീഫന്റെ ഉള്ളുണ്ടായിരുന്നു. അതില്ല, ബുർജ് ഖലീഫന്റെ ഉള്ളിലേക്ക് പോയി, കൊറേ ഉള്ളിലേക്ക്. നമ്പർ 1 താഴത്ത് പോകാനല്ല, മേലേക്ക് പോകണം. മോൾക്ക് പോയിട്ടില്ല. ഉടനെ ഞങ്ങൾ മാളിൽ പോയി അതിന്റെ മുകളിൽ മാളുണ്ടിപ്പാ. മാളുണ്ടോ? ബുർജ് ഖലീഫന്റെ? ഞങ്ങൾ വണ്ടിപ്പച്ചിന്റെ മുകളിൽ അതിനകത്ത് മാളില്ല. അതിന്റെ ഉള്ളിൽ ലിഫ്റ്റ് ഉണ്ടാവും. ഞാൻ വെറുതെ ഒന്നുമല്ല പറയണ, ഞാൻ ശരിക്കും പറയാ, സത്യം. പറ്റിച്ചേ. അക്കിടി മാമനെ പറ്റിച്ചേ, അക്കിടി മാമനെ പറ്റിച്ചേ, അക്കിടി മാമനെ പറ്റിച്ചേ. ഇന്നലെ കളിച്ച ഡാൻസ് ഏതാണ് ഇങ്ങനെയല്ലേ? അതോ? നീച്ചിന്ന് കളിച്ചേ? അല്ല, ഞാൻ കളിച്ചന എനിക്ക് ഇങ്ങനെ വെക്കും. എനിക്ക് ഇങ്ങനെയാണെങ്കിൽ പാട്ടിടണോ? I couldn't expect that call will be. ദിനവും അവർ all the hits for your drive home. That's the way we like to drive. In the car with كل مرة أنسى تفاوت فارجع البصر هل ترى من
مرجع البصر കൈമലൊക്കെ കയ്യോറിട്ടിക്കണു അല്ലേ? വെയിലോട്ട് കിടക്കാതിരിക്കാനാണത്. അല്ല ഇതല്ല കൊട മൈ